ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. എൻ്റെ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡും കുറച്ച് വിശേഷങ്ങളുമാണ്. ഇന്നലെ ഞങ്ങൾക്ക് മന്തിയായിരുന്നു കേട്ടോ. അതിൻ്റെ റൈസ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. കുറച്ചല്ല കേട്ടോ, കുറച്ചധികം തന്നെ റൈസ് ബാക്കി ഉണ്ടായിട്ടുണ്ട്. അതുള്ളപ്പോൾ വേറെ ഫുഡ് ഉണ്ടാക്കി വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു പേരക്ക കട്ട് ചെയ്ത് ഉപ്പും മുളകും സുർക്കയും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പേരക്കൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മിച്ചുവിന് ഉപ്പും മുളകും ഇട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് പേരക്ക മാത്രമല്ല, മാങ്ങയും ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. രാവിലെ തന്നെ ഞാൻ 4-5 പീസ് ചിക്കൻ മുളക് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ സമയം ഒരു 12:30 ആയിട്ടുണ്ട്. നമുക്കിത് പൊരിച്ചിട്ട് ഫുഡ് കഴിക്കാം. നല്ല വിശപ്പുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലവണ്ണം ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ച് ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പുറത്ത് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. 2-3 ദിവസമായി മഴയൊന്നുമില്ല. നമുക്ക് നമ്മുടെ ചിക്കൻ എന്തായി എന്ന് നോക്കാം. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ. നമുക്ക് മിക്സിനെ ഒന്ന് നോക്കി നോക്കാം എന്താ പരിപാടി എന്ന്. ഓൻ TV-യിൽ എന്തോ കാര്യമായിട്ട് കാണുകയാണ്. നമുക്ക് കുറച്ച് പാത്രമുണ്ട്, അതൊന്ന് കഴുകിയിട്ട് വരാം. അപ്പത്തിനേക്ക് ചിക്കനും വേവട്ടെ. ചിക്കൻ വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചിക്കൻ പൊരിച്ച പാത്രത്തിൽ തന്നെ നമുക്ക് റൈസും ചൂടാക്കിയെടുക്കാം. റൈസ് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. 2 പീസ് ചിക്കനും വെച്ചിട്ട് മിച്ചുവിന് കൊണ്ടു കൊടുക്കാം. മിച്ചുവിന് ഫുഡ് കൊണ്ടു കൊടുത്തപ്പോൾ ഓൻ ചോദിക്കുകയാണ് ഇന്ന് മയോണൈസ് ഒന്നും ഇല്ലേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് മയോണൈസ് ഒന്നുമില്ല, ഇന്ന് ചോറും ചിക്കനും മാത്രമേ ഉള്ളൂ. മിച്ചുവിന് ഫുഡ് കൊടുത്തു. ഇനി ഞാനും കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. അപ്പം ഫുഡ് കഴിക്കലും പാത്രം കഴുകലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് അലക്കിയ തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് മടക്കി എടുത്ത് വെക്കാം. എൻ്റെ ഡ്രസ്സൊക്കെ ഇതുപോലെ കവറിലാക്കി എടുത്ത് വെക്കുകയാണ് ചെയ്യാറ്. ഇങ്ങനെ ആക്കി വെച്ചാൽ എവിടെയെങ്കിലും പോകാൻ നേരത്ത് തിരഞ്ഞു നടക്കണ്ട, വേഗം തന്നെ എടുത്തിട്ട് പോകാൻ പറ്റും.
ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് ആരി സ്റ്റാൻഡ്. ഇന്നലെ കോഴിക്കോട് പോയപ്പോൾ പാളയത്തുനിന്ന് വാങ്ങിയതാണ്. പക്ഷേ എനിക്ക് ഇപ്പം ഇത് തുന്നി പഠിക്കാൻ പറ്റൂല. കാരണം ഇതിൻ്റെ കൂടെ ഒരു വുഡിൻ്റെ റിങ് ഉണ്ടാകും. പക്ഷേ ഇതിന് അതില്ല. ഞാൻ വാങ്ങാൻ മറന്നുപോയി. അതിൻ്റെ കൂടെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് അതില്ല എന്ന് എനിക്ക് മനസ്സിലായത്. ഇനിയും സെപ്പറേറ്റ് ആയിട്ട് റിങ് വാങ്ങിയിട്ട് വേണം തുന്നി പഠിക്കാൻ. പഠിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.